വന്ന എല്ലാ മഹാത്മാക്കൾക്കും വിനീതമായ പ്രണാമം. ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ ഗോപിജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയ ഗോപിജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുനതീരാവനചാരി യമുനതീരാവനചാരി ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ രാധാ ദാമോദര രാധാ ദാമോദര രാധേ ജയ രാധാ ദാമോദര രാധാ ദാമോദര രാധേ ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദിരയേ നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം ശ്രീചൈതന്യമീശ്വരം ശ്രീ പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 8-ാം അധ്യായം 50-ാം ശ്ലോകമാണ്. 1:8-50. ഏന രാജ്ഞ പ്രജഭർത്തു ധർമ്മ യുദ്ധേ വധ ദിഷ്വാം ഇതി മേ ന തു ബോധായ കൽപ്പതേ ശാസനം വജ. നൈനോ രാജപ്രജാ ഭർത്തുർ ധർമ്മയുദ്ധേ വധോ ദിഷ്വാം ഇതി മേ ന തു ബോധായ കൽപ്പതേ ശാസനം വജ. നൈനോ രാജാ പ്രജാ ഭർത്തുർ ധർമ്മയുദ്ധേ വധോ ദിഷ്വാം ഇതി മേ ന തു ബോധായ
कल्पते शासनं वचा नैनो राजप्रजा भर्तुर्धर्मयुद्धो वधो दिशाम् इदमे न तु बोधाय कल्पते शासनं वचा. विवर्तनम भावार्थम कृष्ण कृपामूर्ति एसी भक्तिवेदांत स्वामी शील प्रभुपाद की जय. വിവർത്തനം പ്രജാക്ഷേമ തൽപരനായ രാജാവ് പ്രജാ സംരക്ഷണാർത്ഥം നീതിക്കായി ആരെങ്കിലുമൊക്കെ വധിക്കേണ്ടി വന്നാൽ അതൊരിക്കലും പാപമായി കണക്കാക്കപ്പെടുന്നില്ല. എന്നാൽ ഈ അനുശാസനം എനിക്ക് ബാധകമല്ലല്ലോ. ഭാവാർത്ഥം രാജ്യഭരണത്തിൽ താൻ ഏർപ്പെട്ടിരുന്നില്ലെങ്കിലും ദുര്യോധനൻ പ്രജകൾക്ക് ഹാനി സംഭവിക്കാത്ത വിധത്തിൽ നല്ലവണ്ണം ഭരണം നിർവഹിച്ചിരുന്നു. എന്നാൽ സ്വകീയ നേട്ടത്തിനായി ദുര്യോധനന്റെ അധീനതയിൽ നിന്ന് രാജ്യം വീണ്ടെടുക്കാൻ അസംഖ്യം ജീവാത്മാക്കളുടെ മരണത്തിന് സ്വയം നിമിത്തമായി എന്ന് യുധിഷ്ഠിര മഹാരാജ് ചിന്തിച്ചു. ഭരണത്തിന്റെ ഭാഗമായല്ല വധം നടത്തപ്പെട്ടത്, എന്നാൽ സ്വന്തം അഭ്യുദയത്തിനാണ് അവ നിർവഹിക്കപ്പെട്ടത്. ആകയാൽ എല്ലാ പാപങ്ങൾക്കും ഉത്തരവാദി താൻ തന്നെയാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ഗണാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ സംഘർഷൻ ദാസധികാരീതി നാമിനെ. നമോ പ്രഭുപാദാനുഗ പ്രേമമൂർത്തി കൃപാത്മനെ ഗൗരദേശ വികാശാർത്ഥ ഉത്തമ ഭക്തിവർഷനെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി. വാഞ്ചാകൽപതരൂപശ്യ കൃപാ സിന്ധുഭ്യേവ ച പതീതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നന്ദകോടി വൈഷ്ണവവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഹരേ കൃഷ്ണ. ഇങ്ങനെ ഒരു ശ്രീമദ് ഭാഗവതം ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ശ്രീമദ് ഭാഗവതത്തിനെ സ്തുതിക്കാനായിട്ട് ഒരു അവസരം നൽകിയതിലും ഐശ്വര്യമാജിയും കഥാമത പ്രഭുവിനെയും നന്ദി പറയുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ശ്ലോകം യുധിഷ്ഠിര മഹാരാജാവ് സംസാരിക്കുന്നതാണ്. അതായത് കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിര മഹാരാജ് സംസാരിക്കുന്ന ഒരു ശ്ലോകമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഹസ്തിനാപുരിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് ഉള്ള ഒരു സന്ദർഭമാണ്. ആ സമയത്താണ് കുന്തി മഹാറാണി ഭഗവാനോട് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നത്. കുന്തി സ്തുതി എന്ന പേരിൽ അത് പ്രശസ്തമാണ്. അതിനുശേഷം കുന്തി മഹാറാണിക്ക് തൻ്റെ അനുഗ്രഹ വാക്കുകളൊക്കെ ചൊരിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ച് തേരിൽ കയറി അദ്ദേഹത്തിൻ്റെ വസതിയായ ദ്വാരകയിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് യുധിഷ്ഠിര മഹാരാജ് ഇവിടെ നിൽക്കുന്നത്. യുധിഷ്ഠിര മഹാരാജ് അദ്ദേഹം ഒരു പരിശുദ്ധ ഭക്തനാണ് യുധിഷ്ഠിര മഹാരാജ്. പക്ഷെ ഇവിടെ അദ്ദേഹം യുദ്ധത്തിന് കാരണക്കാരൻ താനാണല്ലോ എന്ന് ഓർത്ത് ഒരു വിലപിക്കുന്ന സന്ദർഭമാണിത്. നമുക്ക് ഇത്തരം വിലാപങ്ങളും വിഷമങ്ങളും നമ്മൾ ഈ ശാസ്ത്രങ്ങളിൽ പലതും കണ്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളത് അർജുനന്റെ വിഷമമാണ് ഭഗവത്ഗീതയിൽ. അർജുനന്റെ ആ വിഷമത്തിന് ശേഷമാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത്. അതേപോലെ പരിഷത്ത് മഹാരാജന് എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സന്ദർഭത്തിലാണ് ശുകദേവ ഗോസ്വാമി വരുന്നത്. ഇവിടെ അതേപോലെ യുധിഷ്ഠിര മഹാരാജ് ഇത്രയും ജനങ്ങൾ, ഒരു അക്ഷോണി എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ കോടി ജനങ്ങളാണ് ആ 18 ദിവസം കൊണ്ട് മരണപ്പെട്ടത്. അത്ര ഒരു ഭീഭത്സമായ യുദ്ധമായിരുന്നു അത്. ഏകദേശം 64 കോടിയോ മറ്റോ ജനങ്ങൾ അവിടെ മരണപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കണക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല.
എത്രയോ കോടി ജനങ്ങൾ അവിടെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് കാരണക്കാരൻ താനാണല്ലോ എന്നാണ് യുധിഷ്ഠിര മഹാരാജ് ചിന്തിക്കുന്നത്. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ വിഷമത്തിന് ഇവിടെ കാരണം. പക്ഷെ യുധിഷ്ഠിര മഹാരാജ്, പാണ്ഡവരെല്ലാം ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ആത്മജ്ഞാനമുള്ള വ്യക്തികളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജ് ഇവിടെ ഒരു വിഷമത്തിലേക്ക് മാറുന്നത്? പലപ്പോഴും ഭഗവാന്റെ ലീലകളിൽ ഒരു ഭാഗമാണ് ഭക്തന്മാർ. കൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിക്കാനുള്ളൊരു കാരണം അർജുനന്റെ ഈ ഒരു വിഷമമായിരുന്നു. ആ വിഷമം കാരണം ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടു. അതേപോലെ യുധിഷ്ഠിര മഹാരാജന്റെ ഈ വിഷമം കാരണം ഭീഷ്മദേവന് ഭഗവാനെ കാണാനും സാധിച്ചു. ഭീഷ്മദേവന് യുധിഷ്ഠിരനോട് രാജ്യതന്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും എന്താണ് യഥാർത്ഥ ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കാനും സാധിച്ചു. അപ്പം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ധർമ്മരാജാവ് അദ്ദേഹത്തിന്റെ അംശമാണ് യുധിഷ്ഠിര മഹാരാജ്. അപ്പം അദ്ദേഹത്തിന് എല്ലാ ധർമ്മങ്ങളും അറിയാം. പക്ഷെ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും ജനങ്ങള് മരണപ്പെട്ട കണ്ടപ്പം അദ്ദേഹത്തിന് എന്താണ് ധർമ്മം, ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നുള്ള ഒരു വിഷമമാണ് ഉണ്ടായത്. അത് വെറുതെ വിഷമിക്കുന്നതല്ല, അദ്ദേഹം ഒരു ലോജിക് ഉപയോഗിച്ചാണ് ഇവിടെ പറയുന്നത്. ലോജിക്കല്ല, യുക്തി ഉപയോഗിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ക്ഷത്രിയൻ, ഒരു ഭരണകർത്താവിന് തൻ്റെ രാജ്യം സുരക്ഷിതമാക്കാനും തൻ്റെ രാജ്യത്തില് ധർമ്മം പുലരാനും വേണ്ടി ഹിംസ ഉപയോഗിക്കാം. അതിൽ തെറ്റില്ല, തെറ്റ് പറയാൻ പറ്റില്ല. രാജാവ് ശാസിക്കുന്ന ആളാണ്. ശാസനം, അതാണ് ഭരണം എന്ന് പറയും, ശാസനം. അപ്പം ശാസിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്തുന്ന വ്യക്തിയാണ് രാജാവ്. അപ്പൊ ചില വ്യക്തികളെ കൊല്ലേണ്ടതായിട്ടും വരും. അത് തെറ്റില്ല, അത് ധർമ്മത്തില് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ യുധിഷ്ഠിര മഹാരാജ് പറയുന്ന കാരണം, യുക്തി എന്താന്ന് വെച്ചാല്, ഇവിടെ ദുര്യോധനൻ ഓൾറെഡി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോധനെ ആ രാജ്യ ഭരണത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് യുദ്ധം. ഇവിടെ യുധിഷ്ഠിരൻ ഇത്രയും പേരെ വധിച്ചത് അദ്ദേഹം രാജ്യഭരണത്തിൽ ഇരിക്കുകയല്ല, രാജ്യഭരണത്തിന്റെ പുറത്തിരുന്ന് രാജ്യഭരണം കിട്ടാൻ വേണ്ടിയാണ് യുധിഷ്ഠിരൻ ഇത്രയും പേരെ വധിച്ചത്. അപ്പം അത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തതാണ് എന്നാണ് യുധിഷ്ഠിര മഹാരാജ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കിയാലും അതൊരു യുക്തിയാണ് എന്ന് തോന്നാം. പക്ഷേ നമുക്കറിയാം, ധർമ്മംസ്തു സാക്ഷാത് ഭഗവത് പ്രണിതം. ഭഗവാൻ നിശ്ചയിക്കുന്നതാണ് യഥാർത്ഥ ധർമ്മം. ഭഗവാൻ ഇത്തരം വ്യക്തികളെ, ഈ ദുര്യോധനാദികളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റണമെന്നും ധർമ്മിഷ്ഠരായ വ്യക്തികൾ രാജ്യഭരണത്തിൽ വരണമെന്നും ആഗ്രഹിച്ചു. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്താലും അത് പെർഫെക്റ്റ് ആണ്. ഇത്രയും ആൾക്കാർ ഭഗവാന്റെ മുമ്പിൽ മരണപ്പെട്ടത് കൊണ്ട് അവർക്കെല്ലാം മോക്ഷം കിട്ടുകയും ചെയ്തു. അപ്പൊ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗുണമാണ് ഉണ്ടായത്, ശത്രുക്കളായാലും മിത്രങ്ങളായാലും. അപ്പം യുധിഷ്ഠിരൻ ഇതിനെ ഇത്തരം ആഴത്തിൽ ചിന്തിക്കാതെയാണ് ഇവിടെ പറയുന്നത്, ഞാനാണ് ഇതിന്റെ എല്ലാം കാരണം എന്ന്. യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടിയാണ് യുദ്ധം നടന്നത്. യഥാർത്ഥത്തിൽ യുദ്ധം നടന്നത് കൃഷ്ണന് വേണ്ടിയാണ്, ഭഗവാന്റെ ഇച്ഛയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ യുദ്ധം നടന്നിരിക്കുന്നത്. യുധിഷ്ഠിരനും പാണ്ഡവരും ബാക്കി അർജുനനും മറ്റെല്ലാവരും ഇതിനൊരു നിമിത്തമാവുകയാണ് ചെയ്തത്. ഭഗവാൻ ഇവിടെ ധർമ്മം പുലരണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇവിടെ യുദ്ധം നടന്നത്. പക്ഷെ ഭഗവാൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് പാർഷ്യലും ഒരാളോട് പാർഷ്യാലിറ്റി അല്ല ഭഗവാൻ കാണിക്കുന്നത്. യുദ്ധത്തിൽ വന്ന ശത്രുക്കളും മിത്രങ്ങൾക്കും എല്ലാം ഗുണമാണ് ഭഗവാന്റെ മുമ്പിൽ നടന്ന ഈ ഒരു യജ്ഞത്തില് സംഭവിച്ചത്. അപ്പൊ ഇത് യുധിഷ്ഠിര മഹാരാജ് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം അതിൽ സ്വന്തം സമനില കൈവരിക്കേണ്ടതാണ്, മനസ്സിന് സമനില കൈവരിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം അത് മറന്നുപോയിരിക്കുകയാണ്. യുധിഷ്ഠിര മഹാരാജ് അത് മറന്നുപോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ, പരിശുദ്ധ ഭക്തന്മാര് ഭഗവാനോടൊപ്പം ഇരിക്കുമ്പം
അവര് എല്ലാം അറിയേണ്ടവരാണ്. ഭഗവാനെ അറിയുന്ന വ്യക്തികൾ എല്ലാം അറിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അവര് ചിലപ്പം മായയിൽ അടിമപ്പെട്ടതായിട്ട് തോന്നും. അതെന്തിനാണെന്ന് വെച്ചാൽ ആ പരിശുദ്ധ ഭക്തന് വഴി ഭഗവാൻ ആ വെളിച്ചം ഈ ലോകത്തിലുള്ള എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ യുധിഷ്ഠിര മഹാരാജ് ഇങ്ങനെ വിഷമിച്ചത് കൊണ്ടാണ് ഭീഷ്മദേവന് ധർമ്മത്തെക്കുറിച്ച് പറയാനായിട്ട് ഒരു അവസരം കിട്ടി. ഭീഷ്മദേവൻ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഉന്നതനായ ഭക്തനാണ്. പക്ഷേ അദ്ദേഹം ഒരു ക്ഷത്രിയ കുടുംബത്തിലാണ് ഈ വട്ടം ഈ ജന്മത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ക്ഷത്രിയന്മാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വാശി, തന്നിഷ്ടം, ഇതൊക്കെ ഒരു ക്ഷത്രിയന്മാരുടെ ക്വാളിറ്റിയാണ്. അപ്പം കൃഷ്ണൻ വന്ന് പറഞ്ഞിട്ട് കൂടി ഭീഷ്മദേവൻ മറ്റും ദുര്യോധനാദികളെ വിട്ടുപോകാനായിട്ട് തുനിഞ്ഞില്ല. കാരണം ഇത്രയും നാള് ദുര്യോധനൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തല്ലോ, അതുകൊണ്ട് എങ്ങനെ അവസാന നിമിഷത്തില് ദുര്യോധനെ വിട്ടുപോകും എന്ന ഒരു ഇതാണ് ഭീഷ്മദേവൻ ചെയ്തത്. അപ്പം അതിലൂടെ ഭഗവാൻ മറ്റൊരു സന്ദേശവും തരുന്നുണ്ട്. ഭീഷ്മരെ പോലെ ഉന്നതനായ ഒരു ശക്തനായ ഒരു യോദ്ധാവ് ഉണ്ടെങ്കിൽ കൂടി ഭഗവാൻ എവിടെയുണ്ടോ അവിടെ വിജയം വരിക്കൂ എന്നുള്ള കാര്യം, ആ ഒരു ലീല പ്രകടിപ്പിക്കാനും ഭീഷ്മരൊരു കാരണമായി. അപ്പൊ അങ്ങനെ ഭീഷ്മർക്ക് അപ്പം ഭഗവാൻ ഡിസർവീസ് ചെയ്തു എന്ന് നമുക്ക് തോന്നാം. ആക്ച്വലി ഭഗവാനെതിരെ യുദ്ധം ചെയ്തു എന്ന് തോന്നാം. അപ്പൊ ആ ഒരു വിഷമവും എല്ലാം മാറാനും ഭീഷ്മരെ പോയി കാണാനും ഭീഷ്മർക്ക് ഭഗവാന്റെ ദർശനം കിട്ടാനും അതുവഴി ഭീഷ്മര് യഥാർത്ഥത്തിൽ ഭീഷ്മര് ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് പാണ്ഡവര് ജയിച്ചതിൽ. കാരണം അത് ധർമ്മിഷ്ഠരാണെന്ന് അറിയാം. അപ്പം ആ ഭീഷ്മർക്ക് ഇവര് രാജ്യഭരണത്തിൽ ഏറി നിൽക്കുന്നത് കാണാനും അതുവഴി യുധിഷ്ഠിരന് ധർമ്മോപദേശം നൽകാനും ഒക്കെ ഭീഷ്മർക്ക് ഒരു സേവനം കൊടുക്കാൻ ഭഗവാൻ ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ടാണ് യുധിഷ്ഠിരൻ ഇങ്ങനെ ഒരു വിഷമത്തിലേക്ക് കടന്നത്. അപ്പൊ ഭീഷ്മരെ പോയി കാണാൻ പിന്നെ കൃഷ്ണനും യുധിഷ്ഠിരും എല്ലാരും ഭീഷ്മരെ പോയി കണ്ടു, ഭഗവാനെ കണ്ടു. അവിടെ ഭഗവാനെ ഭീഷ്മര് വിളിക്കുന്നത് ആദിനാരായണൻ എന്നാണ്, ഫസ്റ്റ് നാരായണ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഭീഷ്മർ യഥാർത്ഥത്തില് യുധിഷ്ഠിരന്റെ ഗ്ലോറീസ് ആണ് പറയുന്നത്. ഇത്രയും നിങ്ങൾ എത്ര ഉന്നതരാണ്, കാരണം ഭഗവാൻ നിങ്ങളുടെ അടുത്തുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഭീഷ്മര് സംസാരിക്കുന്നതും യുധിഷ്ഠിരനെ പസിഫൈ ചെയ്യുന്നതും. അവിടെ നമുക്ക് തോന്നും കൃഷ്ണനും മറ്റെല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് യുധിഷ്ഠിരനെ പസിഫൈ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അദ്ദേഹത്തിന്റെ ദുഃഖം മാറ്റാൻ പറ്റില്ല, എന്തുകൊണ്ട് ഭീഷ്മർക്ക് അത് പറ്റി എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം ഭഗവാന് ശക്തി കുറവാണോ എന്ന് ചിന്തിക്കാം. പക്ഷെ എങ്ങനെയല്ല, ഭഗവാൻ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, കൃഷ്ണ വാണ്ട്സ് ഹിസ് ഡിവോട്ടീസ് ടു ബി ദ ഹീറോ ഇൻ ദ എപ്പിസോഡ് വേർ ഹി ഹിംസെൽഫ് ഡൺ ഇറ്റ് എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ശ്രീല പ്രഭുപാദ് പറയുന്നത് ഒരു ലീലയിൽ ഒരു കാര്യം, ഭഗവാൻ ഒരു കാര്യം ചെയ്തതിൽ ഭഗവാനാണ് ആക്ച്വലി ചെയ്തത്, പക്ഷേ ഭഗവാൻ തന്റെ ഭക്തൻ ഹീറോ ആകണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് യുദ്ധം ജയിച്ചത് അർജുനൻ കാരണമാണെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. അർത്ഥത്തിൽ ഭഗവാനാണ് ഇവരെല്ലാം വധിച്ചത്, പക്ഷെ അർജുനൻ ആ ഗ്ലോറി കിട്ടണം. അതേപോലെ ഞാൻ പറഞ്ഞിട്ടും യുധിഷ്ഠിരൻ കേട്ടില്ല, പക്ഷെ എന്റെ ഭക്തനായ ഭീഷ്മര് പറഞ്ഞപ്പം യുധിഷ്ഠിരൻ കേട്ടു എന്ന് ഭഗവാന് ലോകത്തോട് പറഞ്ഞു കൊടുക്കും. തന്റെ ഭക്തന്മാരുടെ ഗ്ലോറീസ് അത്രയും ആണ് എന്ന് കൃഷ്ണന് ലോകത്തില് അറിയിച്ചു കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ യുധിഷ്ഠിരന് ഇങ്ങനെ വിഷമിച്ചതും പിന്നുള്ള നടന്ന കാര്യങ്ങളൊക്കെ അതുവഴി വന്നു ചേർന്നത്. അപ്പൊ ഇത് നമുക്കൊക്കെ ഒരു പാഠമാണ്. നമ്മൾ പരിശുദ്ധ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് ചിലപ്പോൾ മായയിൽ പോകുന്നു എന്ന് നമുക്ക് തോന്നാം, പക്ഷെ അവര് അതുവഴി ഭഗവാന്റെ കാരുണ്യം ലോകത്തില് എത്തിക്കാൻ അവരൊരു നിമിത്തമായി മാറുകയാണ് യഥാർത്ഥത്തില് ചെയ്യുന്നത്. അതാണ് ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഇവിടെ പറഞ്ഞ ഒരു കാര്യം, യുധിഷ്ഠിരന്റെ ലോജിക്ക് ശരിയാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇവിടെ പറയാണ് ഒരു രാജാവ് പ്രജാസംരക്ഷണാർത്ഥം യുദ്ധത്തില് മുഴുകാം എന്ന്. ഇപ്പൊ നമുക്ക് ഈ റീസെന്റ് ഭാരതത്തില് ഈ ഒരു ഏപ്രിൽ 2025 സമയത്ത് നമ്മളൊരു മറ്റൊരു രാജ്യവുമായിട്ടൊരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്.
ഇപ്പൊ നമുക്ക് തോന്നാം നമ്മളെല്ലാരും ആത്മാക്കളല്ലേ, ശരീരം എന്തായാലും നശ്വരമാണല്ലോ. അപ്പം നഷ്ടപ്പെട്ടു പോയ ഈ ശരീരത്തെ ഉപയോഗിച്ച് നമ്മൾ എന്തിനാണ് യുദ്ധത്തിനൊക്കെ പോകുന്നത്? നമ്മൾ അവിടെ ബുദ്ധമതം അല്ലെ ബുദ്ധ ചിന്താഗതി പിന്തുടരുന്ന അഹിംസ ചെയ്താൽ പോരെ എന്നൊക്കെ ചിലപ്പം തോന്നാം. പക്ഷെ ഒരു ക്ഷത്രിയന്റെ ഡ്യൂട്ടി അതല്ല. ധർമ്മം പുലരണം. ധർമ്മം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ഇച്ഛ. അപ്പൊ നമുക്കെങ്ങനെ ഭഗവാന്റെ ഇച്ഛ മനസ്സിലാവും? അതാണ് ഭഗവാൻ ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ശാസ്ത്രം അനുസരിച്ച് ഒരു ക്ഷത്രിയൻ ഹിംസ ചെയ്താലും അത് ഹിംസയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാന് ഭഗവത്ഗീത വായിച്ചിരുന്ന സമയത്ത് 2-ാം അധ്യായത്തിലെ 32-ാം ശ്ലോകത്തില് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് ക്ഷത്രിയന്മാരുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ഒരു ശ്ലോകം വായിച്ചപ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. 2-ാം അധ്യായത്തിലെ 32-ാം ശ്ലോകത്തില് ക്ഷത്രിയന്മാരുടെ ധർമ്മത്തെക്കുറിച്ച് ശ്രീല പ്രഭുപാദ് ഒരു ശ്ലോകം, അത് പരാശരമുനി പറയുന്നതാണ്. പരാശര സ്മൃതിയില് പറയുന്നതാണ്. പരാശര സ്മൃതിയില് പരാശരമുനി പറയുന്ന ഒരു കാര്യമാണ്. പരാശരമുനി എന്ന് വെച്ചാൽ നമ്മുടെ വേദവ്യാസന്റെ പിതാവാണ്. അദ്ദേഹം പറയുകയാണ്, ക്ഷത്രിയോ ഹി പ്രജാരക്ഷാൻ ശാസ്ത്രപ്രാണി പ്രദണ്ഡയാൻ നിർജിത്യ പരസൈന്യ ഷിതം ധർമ്മേന പാലയേത്. എന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിക്കാം. ദ ക്ഷത്രിയാസ് ഡ്യൂട്ടി ഈസ് ടു പ്രൊട്ടക്ട് ദ സിറ്റിസൺസ് ഫ്രം ഓൾ കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഫോർ ദാറ്റ് റീസൺ ഹി ഹാസ് ടു അപ്ലൈ വയലൻസ് ഇൻ സ്യൂട്ടബിൾ കേസസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. Therefore, he has to conquer the soldiers of inimical kings, and thus, with the religious principle, he should rule over the world. മലയാളം, ഒരു ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പ്രജകളെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹത്തിന് വയലൻസ് ഉപയോഗിക്കാം. അത് ലോ ആൻഡ് ഓർഡറിൽ വയലൻസ് യൂസ് ചെയ്യാം, ഹിംസ യൂസ് ചെയ്യാം. എന്നിട്ട് ശത്രു രാജ്യത്തിലെ ഭടന്മാരെ എല്ലാം കീഴടക്കിയതിനു ശേഷം ധർമ്മത്തിൽ അധിഷ്ഠിതമായി രാജ്യം ഭരിക്കാം. ഇതാണ് ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്ന് ശ്രീല പ്രഭുപാദ് 2-ാം അധ്യായത്തില് 32-ാം ശ്ലോകത്തില് ഭഗവത്ഗീതയില് പരാശര മുനിയുടെ ശ്ലോകം ഉദ്ധരിച്ച് കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു രാജാവിന് ഹിംസ ഉപയോഗിക്കാം എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ വെളിവായിട്ട് വരുന്നത്. ഹിംസ, ഇവിടെ പ്രജ എന്നുള്ള വാക്കും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ശ്രീല പ്രഭുപാദ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പ്രജ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ല, പ്രജ എന്ന് പറഞ്ഞാല് അവിടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജീവിവർഗങ്ങളെയും പ്രജയായിട്ടാണ് കൂട്ടേണ്ടത്. അപ്പം മൃഗങ്ങളെയെല്ലാം യഥാർത്ഥത്തിൽ യഥാർത്ഥ ധർമ്മം, ഇപ്പൊ നമ്മളെ രാജ്യത്തില് ഒരു പ്രജകളെ വധിച്ചത് കൊണ്ട് യുദ്ധത്തിലേക്ക് പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ യഥാർത്ഥ ധർമ്മിഷ്ഠനായ രാജാവ് എന്ന് പറഞ്ഞാല് ഈ രാജ്യത്തിന് ഇന്ദ്രിയ താല്പര്യത്തിന് വേണ്ടി മൃഗങ്ങളെയൊക്കെ കൊല്ലുന്നത് തെറ്റാണ്. അതും ശിക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ അത്രയും ധർമ്മിഷ്ഠരായിട്ടുള്ള രാജാക്കന്മാരൊന്നും നമ്മുടെ ലോകത്തിലില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് അവര് ഇത്തരം കാര്യമെങ്കിലും അവർ ശ്രദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പം ഒരു നമ്മള് ഭഗവാന്റെ ഇച്ഛയാണ് പ്രാധാന്യമായിട്ട് കരുതേണ്ടത്. ഭഗവാന്റെ ഇച്ഛയാണ് ഏറ്റവും ഉന്നതമായിട്ട് നമ്മൾ കരുതേണ്ടത്. നമുക്ക് ചിലപ്പോൾ ലോജിക്ക് തോന്നും, അത് ശരിയാണ്, ഇത് ശരിയാണ്. അർജുനും അങ്ങനെയൊക്കെ ഒരുപാട് തോന്നിയായിരുന്നു ലോജിക്ക്. പക്ഷെ അവസാനം അർജുനൻ സറണ്ടർ ചെയ്തതാണ്, പൂർണ്ണമായിട്ട് കൃഷ്ണന്റെ അടുത്ത് സറണ്ടർ ചെയ്തതാണ് അർജുനൻ ചെയ്തത്. അതേപോലെ നമുക്കും പല പല ലോജിക്സുകൾ തോന്നും, ഇതല്ലേ ശരി, ഇതല്ലേ ശരി. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഈ ധർമ്മം ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? ഗുരു, സാധു, ശാസ്ത്ര വഴിയാണ് ഭഗവാന്റെ ഇച്ഛ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല. യുധിഷ്ഠിരനും അതാ ചെയ്തത്. കൃഷ്ണന്റെ ഇച്ഛപ്രകാരമാണ് യുദ്ധം ചെയ്തത്. 64 കോടി ജനങ്ങളെ കൊന്നെങ്കിൽ പോലും ഒരു തരി പോലും പാപകർമ്മങ്ങള് യുധിഷ്ഠിരന് വരത്തില്ല. കാരണം ഭഗവാന്റെ നിശ്ചയപ്രകാരമാണ് ചെയ്തത്. അതേസമയം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു ചെയ്തെങ്കിലോ എല്ലാ ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന് വന്നു ചേരുമായിരുന്നു.
ഇതിൽ ഒരു പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആം, യഥാർത്ഥത്തില് ഇവിടെ യുധിഷ്ഠിരന്റെ മനോഭാവം കൂടെ നമ്മൾ ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കണം. യുധിഷ്ഠിരൻ ആഹ്, എന്താ എന്താ അദ്ദേഹത്തിന് നേരിട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന് വിധിക്കപ്പെട്ട രാജ്യമാണ്. അതായത് പാണ്ഡുവാണ് മൂത്തയാൾ. മൂത്തയാൾക്ക് കിട്ടിയില്ലെങ്കിൽ മൂത്തയാളുടെ മക്കൾക്കാണ് കിട്ടേണ്ടത്. അതാണ് ആ സമയത്തെ കോഡ്, രാജ്യഭരണത്തിന്റെ കോഡ്. അപ്പം പാണ്ഡു അന്ധനായതിനാൽ, അല്ല, പാണ്ഡുവിന് ഇങ്ങനെ ഏർലി ആയിട്ട് അദ്ദേഹം മരണപ്പെട്ടത് കൊണ്ട് എന്ത് സംഭവിച്ചു? ധൃതരാഷ്ട്ര ഭരിച്ചു. ധൃതരാഷ്ട്ര ഭരിച്ചതിന് ശേഷം പാണ്ഡവര് വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവർക്ക് കൊടുക്കണമായിരുന്നു. അതായിരുന്നു ആ കോഡ്. പക്ഷേ എന്ത് ചെയ്തു? അത് കൊടുത്തില്ല. പകരം തന്റെ മക്കൾക്കാണ് കൊടുക്കാനായിട്ട് ശ്രമിച്ചത്. എങ്കിൽ അവർക്ക് അവിടെ താമസിക്കാനെങ്കിലും ഒരു അവസരം കൊടുക്കുക, അതും ചെയ്തില്ല. അവരെ വധിക്കാനും അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാനും വിഷം കൊടുക്കാനും അവരെ വനവാസത്തിൽ അയക്കാനും എല്ലാം കാര്യങ്ങൾ പാലിച്ച് അവരുടെ പത്നിയെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രയാക്കാനും വരെ ശ്രമിച്ചു. അതും ഈ കുരു അസംബ്ലിയിൽ വെച്ചാണ് ഇതെല്ലാം നടന്നത്. ഇത്രയും കാര്യങ്ങൾ യുധിഷ്ഠിരന് സംഭവിച്ചു. എന്നിട്ടും യുധിഷ്ഠിരൻ ഇവിടെ പറയുന്നത് എന്താ? ഞാൻ കാരണമാണ് ഈ യുദ്ധം നടന്നതെന്ന്. ഇതാണ് ഒരു വൈഷ്ണവൻ അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ക്വാളിറ്റി. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നടന്നാലും അദ്ദേഹം മറ്റൊരാൾ കാരണമാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത് എന്ന് ചിന്തിക്കില്ല. ഞാൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് എന്നേ അദ്ദേഹം ചിന്തിക്കത്തുള്ളൂ. അപ്പം ഒരു വൈഷ്ണവൻ എപ്പോഴും അദ്ദേഹത്തിന്റെ കുറവുകളാണ് കാണുന്നത്, മറ്റുള്ളവരുടെ ഗുണങ്ങളുമാണ് കാണുന്നത്. ഇവിടെ ദുര്യോധനെ ഗ്ലോറിഫൈ ചെയ്യാണ് യുധിഷ്ഠിരൻ ചെയ്തത്. ദുര്യോധനൻ ഭരിച്ചപ്പോ ഇങ്ങനെ ഇത്രയും ജനങ്ങളെ ഒന്നും വധിക്കേണ്ടി വന്നില്ല. ആ ദുര്യോധനെ രാജ്യഭരണത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഞാനാണ് ഇത്രയും ആൾക്കാരെ വധിച്ചതെന്നാണ് യുധിഷ്ഠിരൻ പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ഡിവോട്ടിയുടെ ലക്ഷണം. ഡിവോട്ടി എപ്പോഴും മറ്റുള്ളവരുടെ നന്മ കാണാനാണ് ശ്രദ്ധിക്കുന്നത്, തൻ്റെ പോരായ്മ കാണാനുമാണ് ശ്രദ്ധിക്കുന്നത്. ഇതേപോലൊരു കഥ അതിനകത്തുണ്ട്. അത് പുരാണങ്ങളിലുള്ള കഥയാണോ എന്നറിയില്ല. ആരോ ഈ യുധിഷ്ഠിരനോടും ദുര്യോധനോടും രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. യുധിഷ്ഠിരനോട് ചോദിച്ചത് ഏറ്റവും മോശപ്പെട്ട വ്യക്തിയെ കാണിച്ചു തരാനാണ് യുധിഷ്ഠിരനോട് ചോദിച്ചത്. ദുര്യോധനോട് ചോദിച്ചത് ഏറ്റവും നല്ല വ്യക്തിയെ കാണിച്ചു തരാൻ. അപ്പം യുധിഷ്ഠിരൻ പോയി ഏറ്റവും മോശപ്പെട്ടത് ആരാന്ന് കണ്ടുപിടിച്ച് വന്നപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും മോശപ്പെട്ടെന്ന്. അപ്പൊ ദുര്യോധനൻ പോയി എല്ലായിടത്തും കറങ്ങി വന്നിട്ട് മനസ്സിലാക്കി, ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല വ്യക്തി. അപ്പൊ ഇതാണ് ഒരു ഭക്തന്റെയും അഭക്തന്റെയും ലക്ഷണം. ഭക്തൻ എപ്പോഴും ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാനെ സ്നേഹിക്കുന്നവരുടെ ഗുണങ്ങളും മറ്റുള്ളവരുടെ ഗുണങ്ങളും ശ്രദ്ധിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവിടെ അവർക്ക് അസൂയ എന്നുള്ള ഭാവമില്ല, മറ്റുള്ളവരുടെ നന്മ കാണാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ അഭക്തൻ എപ്പോഴും മറ്റുള്ളവർക്ക് ആ കുറവുണ്ട്, എനിക്ക് ഗുണങ്ങളുണ്ട് എന്നത് കാണാനാണ് അവര് ശ്രമിക്കുന്നത്. അതും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം കൂടെ, ഒരു ചെറിയൊരു ആഡഡ് പോയിന്റ്, ജസ്റ്റ് നോക്കണം. ആ ഭഗവാൻ ഇത്രയും പേരെ വധിച്ച എന്തിനു വേണ്ടിയാണ്? ആ ഒരു ദ്രൗപദി അത്രയും പേരുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രയാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഭഗവാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഒരു ഭക്തന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം. അപ്പം ഇതൊരു വിഷണറി ഇതും കൂടാണ്. വിഷണറി മീൻസ് നമുക്ക് ഇനിയൊരു ഭാവി കാലത്തേക്ക് അതൊരു താക്കീതും കൂടെയാണ് ഇവിടെ ഭഗവാൻ ഈ യുദ്ധം വഴി നടത്തിയത്. അതായത് തൻ്റെ ഭക്തന്മാരെയോ അല്ലെങ്കിൽ അബലകളായിട്ടുള്ള വ്യക്തികളെയോ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ധർമ്മത്തിൽ അതിനൊരു മറുപടി ഉണ്ടാകും എന്നുള്ളത്. ഇപ്പം നമ്മുടെ ഈ രാജ്യത്തും ഇത്തരം ഒരു ചെറിയൊരു കാര്യം നടന്നത്, ഇത്രയും ചെറിയ കാര്യം ഇനി എത്ര പേര് ഇതിനു വേണ്ടി വധിക്കപ്പെടാൻ പോകുന്നു, അത് നമ്മൾ തുലനം ചെയ്ത് നോക്കും. പക്ഷെ അങ്ങനെയല്ല, ഇനി വരുന്ന ഭാവിയിലേക്കും ഇത്തരം ഒരു പ്രവൃത്തി ചെയ്താൽ അതിനൊരു മറുപടി ഉണ്ടാകുമെന്ന് ലോകം അറിയണം. അപ്പൊ അങ്ങനൊരു ഇതാണ് ഈ ധർമ്മത്തിൻ്റെതായ, നമ്മളെപ്പോഴും പ്രഭുപാദായാലും
പ്രഭുപാദ് എത്രയോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അത് അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയാണോ? ഇനി വരുന്ന ജനറേഷന് വേണ്ടിയാണ്. ഇപ്പൊ ഒരു വൈഷ്ണവന്റെ ഗുണം, ഒരു ഭക്തന്റെ ഗുണം അതാണ്. അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, ഓരോ വാക്കുകളും, ഓരോ ചിന്തയും ഇനി വരുന്ന ജനറേഷനും എങ്ങനെ അത് പ്രയോജനകരമാകും എന്നുള്ള ധാരണയിലാണ് ചെയ്യുന്നത്. ആ ദിവസത്തെയോ അല്ലെങ്കിൽ ആ മാസത്തെയോ ആ ജന്മത്തിലെയോ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയല്ല, ഇനിയുള്ള ജനറേഷന് അതെങ്ങനെ ഉപയോഗപ്രദമാകും എന്നതാണ് അവര് ചിന്തിക്കുന്നത്. അവരുടെ മനോഭാവം അതാണ്. ലോകത്തിന് എങ്ങനെ നന്മയുണ്ടാകും എന്നതാണ് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ വീട്ടിനെങ്ങനെ, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് എങ്ങനെ, നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും എങ്ങനെ നന്മയുണ്ടാവും എന്നല്ല, ഇനി നമ്മൾ കണ്ടോ കാണാത്തതോ ആയിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെ നന്മയുണ്ടാകും എന്നാണ് ചിന്തിക്കുന്നത്. അതാണ് ഭഗവാന്റെ മൂഡ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഈ കുരുക്ഷേത്ര യുദ്ധം പൂർണ്ണമായി നടന്നത്. അപ്പൊ അതിന് ഭക്തന്മാര് പങ്കാളികളാവുകയും ചെയ്തു. അപ്പൊ ഇവിടെ യുധിഷ്ഠിരനും ഈ ഒരു മായയിൽ പോയത് ഭീഷ്മരിൽ നിന്ന് ഈ ഒരു നിർദ്ദേശം കിട്ടാൻ വേണ്ടിയാണ്. അതിലൂടെ അദ്ദേഹത്തിന് സമനില കൈവരിക്കുകയും താങ്കൾ ചെയ്ത ഈ യുദ്ധം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പൂർണ്ണമായിട്ട് ബോധ്യമാവുകയും ചെയ്തു. അപ്പൊ അതിന് ഒരു നിമിത്തമാണ് യുധിഷ്ഠിരന്റെ ഈ ഒരു വിലാപം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ദയവായിട്ട് പറയാം. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാനൊന്ന് ചോദിക്കട്ടെ. ഭഗവാന്റെ ഭക്തയായ ഒരു വ്യക്തിക്ക് വേണ്ടി ആ യുദ്ധം നടന്നു എന്ന് പറഞ്ഞല്ലോ. 64 കോടി ജനങ്ങൾ അതിൽ മരിച്ചു എന്നും പറഞ്ഞു. അപ്പോ അവരുടെയൊക്കെ അനാഥരായ ഭാര്യമാരും മക്കളും അവരെന്ത് തെറ്റ് ചെയ്തു? ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലുള്ളതാണ്. ഭഗവാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കതറിയില്ല അവർക്ക് എന്ത് ഗുണമാണ് കിട്ടിയത്, എന്ത് ബെനിഫിറ്റാണ് കിട്ടിയത്. പക്ഷെ ഭഗവാൻ എല്ലാവരുടെയും അഭ്യുദയകാംക്ഷയായിരുന്നു. സുഹൃതം സർവഭൂതാനാം, അതായതുകൊണ്ട് അവർക്കെല്ലാം ആത്യന്തികമായിട്ട് നന്മയുണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഭഗവാൻ ചെയ്യുന്നതില് തെറ്റുകുറ്റങ്ങളുണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സുഹൃതം സർവഭൂതാനാം എന്നുള്ള വാക്കിന് അർത്ഥമില്ലാതാവും. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പം ചിലർക്ക് ബന്ധുക്കളെ നഷ്ടപ്പെടും, ചിലർക്ക് ബന്ധുക്കളെ കിട്ടും, ചിലർക്ക് രാജ്യം കിട്ടും, ചിലർക്ക് രാജ്യം നഷ്ടപ്പെടും, ചിലർക്ക് ശരീരം കിട്ടും, ചിലർക്ക് ശരീരം നഷ്ടപ്പെടും, ചിലർക്ക് പ്രിയപ്പെട്ട വ്യക്തികളെ പിരിഞ്ഞു പോകേണ്ടി വരും, ചിലർക്ക് അവരെ കിട്ടും. പക്ഷെ ഭഗവാൻ എന്ത് പ്രവൃത്തി ചെയ്തോ അത് എല്ലാവരുടെയും ആത്യന്തിക നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ. വേറെന്തെങ്കിലും ആർക്കെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ പ്രഭു. Very wonderful class as always, Prabhu. Short and sweet. Very nice class. Thank you, Prabhu. പ്രഭു, ഇതിൽ നല്ല നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പറഞ്ഞാൽ എപ്പോഴും വി ഷുഡ് ബി ഫോക്കസ്ഡ്. അതാണ് യുധിഷ്ഠിർ മഹാരാജ് ചെയ്ത. പിന്നെ യു കോട്ടഡ് ഫ്രം ദ പർപ്പട്ട് ഓഫ് ഭഗവത്ഗീത ഫ്രം 2.32. ഇറ്റ് വാസ് ഓൾസോ വെരി നൈസ്. അത് കൂടാതെ നിങ്ങൾ പറഞ്ഞ വാക്കിൽ ഐ ജസ്റ്റ് വിത്ത് യുവർ പെർമിഷൻ ഐ ആഡ് വൺ മോർ പോയിന്റ് ഇൻ ടു ദാറ്റ്. ദാറ്റ് ഈസ് ഇഫ് യു റീഡ് ഭഗവത്ഗീത, നമ്മൾ ഭഗവത്ഗീത വായിക്കാൻ വെച്ചാൽ ഭഗവത്ഗീതയുടെ ഉള്ളിൽ ഭഗവാൻ പറയേണ്ട 18 ചാപ്റ്ററിന്റെ ഉള്ളിൽ 18 ചാപ്റ്റർ 57 ശ്ലോക നമ്പർ 58 59 ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ ഉള്ളിൽ ഐ ജസ്റ്റ് റീഡ് ദ പർപ്പട്ട് ഫോർ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് വൺ. ഇൻ ആസ് യു ടോൾഡ്, in all the activities just depend on me and work always under my protection. In such devotional service be fully conscious of me. ഇതാണ് 57 നമ്പർ. 58 അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണ്. മച്ചിത സർവ ദുർഗാനി മത് പ്രസാദ ത്രയശതി. അതിൽ പറയാണ്, ഇഫ് യു ബിക്കം കോൺഷ്യസ് ഓഫ് മീ യു വിൽ പാസ് ഓവർ ഓൾ ദ ഒബ്സ്റ്റക്കിൾസ് ഓഫ് കണ്ടീഷൻ ലൈഫ് ബൈ ദ ഗ്രേസ്. If, however, you do not work in such consciousness, but act through false ego, not hearing me, you will be lost. ഇതാണ് പ്രഭു ഇപ്പം നല്ല രീതിയിൽ പറഞ്ഞത്. മീൻസ് നമ്മൾ ഭഗവാന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ലോസ്റ്റ് ആയി പോകും. പിന്നെ ഭഗവാന്റെ കൂടെ ആണെച്ചാൽ എന്താണ് വേറെ പ്രയോജനം നമുക്കുള്ളതെന്ന് വെച്ചാൽ എന്ത് ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ഭഗവാൻ പറയണേ ഞാൻ ക്ലിയർ ചെയ്ത് തരും. That is telling in 18.58 of Bhagavad Gita.
ഇത് 18 അതിന്റെ ലാസ്റ്റ് പർപ്പട്ടിൽ 59 ഭഗവാൻ പ്രഭുപാദ് എന്താ എഴുതിയിരിക്കുന്നത്? One should act unhesitantly to execute the order of Supreme Personality of Godhead that will keep one safe under all circumstances. Beautiful ആണ്, under safe at all circumstances. അപ്പൊ അതാണ് യുധിഷ്ഠിർ മഹാരാജിനെ പ്രഭു പറഞ്ഞത്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഇവരെ കൂടെ നിൽക്കണം, കൃഷ്ണയുടെ ഇൻസ്ട്രക്ഷൻ നിന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ ലോസ്റ്റ് ആയി പോവും. അല്ലെങ്കിൽ അതിൽ വളരെ ക്ലിയർലി, ഇഫ് യു ഡു നോട്ട് ആക്ട് അക്കോർഡിംഗ് ടു മൈ ഡയറക്ഷൻ ആൻഡ് ഡു നോട്ട് ഫൈറ്റ്, then you will be falsely directed by your nature. You will have to be engaged in warfare. അവരിപ്പോ വാർഫെയറിൽ യുദ്ധം ചെയ്താലും അവര് ഭഗവാൻ പറയണ അവർ യുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല. you will have to engage in warfare. Thank you very much for giving this short knowledge in a very short way. കാരണം നമ്മൾ കുറെ വലിയ രീതിയിൽ പറഞ്ഞിട്ടും മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ വളരെ നിങ്ങൾ പ്രഭു ഇത്ര നല്ലോണം ഒരു വിതിൻ എ ഷോർട്ട് ടൈം യു ഗേവ് ദ ഫുൾ ഇൻഫർമേഷൻ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. വളരെ നല്ല ക്ലാസ് പ്രഭു. എപ്പോഴും പോലെ പ്രഭുവിന്റെ ക്ലാസ് എപ്പോഴും അതുപോലെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ പ്രഭു ഈ അർജുനൻ ഗാന്ധീവം അർജുനൻ ഉപേക്ഷിക്കുന്നില്ല. ഭഗവാൻ എത്ര പറഞ്ഞിട്ടും അർജുനൻ അത് ഉപേക്ഷിക്കുന്നില്ല. പിന്നെ ഭഗവാൻ തന്നെ അർജുനന് ഒരു ഇത് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അർജുനനത് മനസ്സിലാകുന്നത്. അത് അർജുനന്റെ എന്ത് ഗുണമായിരിക്കും പ്രഭു അതില് വരുന്നത്? അറ്റാച്ച്ഡ് ആണോ അതെയോ എന്തായിരിക്കും അതിൽ കാണിക്കുന്നത്? ഇപ്പൊ യുധിഷ്ഠിരൻ ഇതുപോലെ ആയി എന്ന് പ്രഭു പറഞ്ഞു, അതൊരു നിയോഗമായിരുന്നു എന്ന് പറയുന്നു. ഭീഷ്മദേവനെ കാണിക്കണം, ക്വാളിറ്റി കാണിക്കണം. അതേപോലെ തന്നെ ഭഗവാന് വേണ്ടി ചെയ്തതാണ്, അത് ഭക്തന്റെ ഒരു ക്വാളിറ്റി, അങ്ങനെ പറയും. അർജുനന്റെ എന്താണ് അതില് പറയുന്നത്, എന്താണെന്ന് മനസ്സിലാക്കുന്നത്? നമ്മള് പരിശുദ്ധ ഭക്തൻ. താങ്ക് യു മാജി, നല്ല ക്വസ്റ്റ്യൻ ആണ്. പരിശുദ്ധ ഭക്തന്മാര് എപ്പോഴും ഭഗവാന്റെ ആന്തരികമായിട്ടുള്ള ശക്തിയുടെ അണ്ടറിലാണ് മാജി. നമ്മള് ബാഹ്യമായിട്ട് അവര് മായയിൽ പെട്ടുപോയി എന്ന് ചിന്തിക്കാം. ഇപ്പം നമ്മൾ ഒരു കാറ് കളയാൻ മടിക്കുന്നത് പോലെ അർജുനൻ ഗാന്ധീവം കളയാൻ മടിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഭഗവാനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് അവരെപ്പോഴും ഈ ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജിയുടെ അണ്ടറിലല്ല, ഇന്റേണൽ എനർജിയുടെ അണ്ടറിലാണ്. ഇതേ അർജുനൻ തന്നെ യുദ്ധവും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദ്വാരകാപുരിയിൽ ഇരുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ തൻ്റെ കുട്ടികളെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേന് കൃഷ്ണനോട് ചോദിക്കാതെ, കൃഷ്ണന് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും നിങ്ങളുടെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ, അടുത്ത കുട്ടി ജനിക്കുമ്പോൾ ഞാൻ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ ചെല്ലുന്നുണ്ട്. അപ്പം ഇതേ അർജുൻ, ഭഗവത്ഗീത എല്ലാം കിട്ടിയ അർജുനാണ്. അപ്പൊ അത് നമ്മൾ വിചാരിക്കും അർജുനൻ ഇടയ്ക്ക് റിയലൈസ്ഡ് ആയി പിന്നെ മായയിൽ പോയി. പക്ഷെ ഇത് ഭഗവാന്റെ ആന്തരിക ശക്തിയുടെ ഇതിലാണ്. നമുക്ക് ആന്തരിക ശക്തി എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ വേൾഡില് ഇപ്പം വൈകുണ്ഠ ഗ്രഹങ്ങളിലൊക്കെ എല്ലാവർക്കും ഇതാണ് ഭഗവാനെ നമ്മൾ നമിക്കണം, ഭഗവാനെ വർഷിപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വൈകുണ്ഠ ഗ്രഹത്തിലെ മൂഡ്. പക്ഷെ ഗോലോകത്തിലെ മൂഡ് എന്താണെന്ന് വെച്ചാൽ അവര് ഇത് പരമദിവ്യത്വ പുരുഷനാണെന്ന് കൂടി അവർ മറക്കുകയാണ് ചെയ്യുന്നത്. മറന്നിട്ട് അത്രയും ഭഗവാനുമായിട്ട് ആ റിലേഷൻഷിപ്പിൽ എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെ മറക്കും? അത് മായയുടെ ഇൻഫ്ലുവൻസിലല്ല മറക്കുന്നത്, യോഗമായ ആന്തരിക ശക്തിയുടെ ഇൻഫ്ലുവൻസിലാണ് മറക്കുന്നത്. അത് ഭഗവാന് കൂടുതൽ പ്ലഷർ കൊടുക്കും. ഇവിടെ അർജുനൻ ഭഗവാന്റെ ഒരു ഫ്രണ്ടാണ്, ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് വരുമ്പം ഫ്രണ്ട് എപ്പോഴും ഭഗവാൻ പറയുന്ന കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ കൂട്ടുകാരുണ്ടെങ്കിൽ കൂട്ടുകാർ അയാൾ പറയുന്ന കേൾക്കും, ചിലപ്പോൾ എതിർക്കും, ചിലപ്പം കൂട്ടുകാരന് എഗൻസ്റ്റ് ആയിട്ട് പോകും, അങ്ങനെയൊക്കെ. അപ്പൊ അതേപോലെയാണ് അർജുനും അവിടെ ആ ബ്രാഹ്മണന്റെ കുട്ടി ഇവിടുന്ന് പോയ സമയത്ത് അർജുനൻ ചെയ്തത്. അർജുനൻ തൻ്റെ ശിവൻ കൊടുത്ത ശാപം എടുത്തിട്ട് ശിവനെയാണ് ആലോചിച്ചത്, ഞാൻ ഈ ശാപം വെച്ച് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തും. അപ്പൊ കൃഷ്ണനെ ആലോചിച്ചില്ല, കൃഷ്ണനെ ആലോചിക്കാതെ ഇതെടുത്തു. പക്ഷെ അവിടെ മറ്റേതൊക്കെ കുട്ടി ജനിച്ചപ്പോൾ കുട്ടിയെ മൃതശരീരമെങ്കിലും കണ്ടായിരുന്നു. അവസാനം അർജുനൻ രക്ഷിക്കാൻ പോയിട്ട് മൃതശരീരം പോലും കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ അപ്പൊ നമ്മൾ ചോദിക്കും അർജുനൻ വീണ്ടും മായയിലല്ല പോയത്, അത് ആന്തരിക. ഇതാണ് ഭഗവാന്റെ ലീലകളിൽ പരിശുദ്ധ ഭക്തന്മാര് പങ്കെടുക്കുമ്പം ഉണ്ടാവുന്നത്. അത് നമുക്ക് എക്സ്റ്റേണൽ ഇതായിട്ട് തോന്നാനായിട്ട് നമുക്കത് മനസ്സിലാക്കാം. കാരണം നമ്മൾ മായയിലായതുകൊണ്ട് ആന്തരിക ശക്തിയില് ഭക്തന്മാര് എങ്ങനെയാണ് അത്
പ്രകടമാക്കുന്നത്, എങ്ങനെയാണ് അവർ ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഈ അറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച്മെന്റ് അതിലൂടെ ഭഗവാൻ കാണിച്ചു തരികയല്ലേ, ഭഗവാന്റെ ശക്തി കൊണ്ടാണ് എല്ലാം നിലനിൽക്കുന്നത്, അല്ലാതെ അർജുനന്റെ ഗാന്ധീപം കൊണ്ടല്ല എന്ന് ഭഗവാൻ കാണിച്ചു തരാൻ ഒരു അവസരം ഒരുക്കുകയല്ലേ അർജുനൻ ചെയ്തത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത് മനഃപൂർവ്വം അർജുനൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടല്ല, അത് ആന്തരിക ശക്തിയുടെ ഇൻഫ്ലുവൻസിലാണ്. അർജുനൻ സ്വയം മറന്ന് ചെയ്യുന്നതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളില്, അർജുനന്റെ ഉള്ളില് ഒരിക്കലും ഭഗവാനുള്ള ഇഷ്ടം മാറുന്നില്ല. അതുകൊണ്ട് മായ ഒരിക്കലും അർജുനനെ പിടിക്കില്ല. പക്ഷെ ആന്തരികമായ യോഗമായയുടെ ഇൻഫ്ലുവൻസിൽ അർജുനൻ ഭഗവാന്റെ ലീലകളെ കൂടുതൽ കൊഴുപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ കൂടുതൽ സന്തോഷകരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ രാമചന്ദ്രമൂർത്തി സീതാദേവിയെ ഉപേക്ഷിച്ചതും എല്ലാം നമ്മൾ ആ തലത്തിലാണ് എല്ലാം കാണേണ്ടത്. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് പ്രഭു. പ്രണാമ പ്രഭു. താങ്ക് യു മച്ച്. ടൈമായി എന്ന് തോന്നുന്നു. ഐശ്വര്യമാച്ചി പോയോ? താങ്ക് യു പ്രഭുജി. വളരെ നല്ല ക്ലാസ്സിന് പ്രഭുജി. പ്രഭുവിന്റെ ക്ലാസ് മാത്രം നമുക്ക് കുറവായിരുന്നു. ഇപ്പൊ പ്രഭുവിന്റെ കാര്യം കൊണ്ട് നമുക്കത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വളരെ നന്ദി പ്രഭുജി. വളരെ നന്ദി. താങ്ക് യു പ്രഭുജി. എല്ലാ ഡിവോട്ടീസിനും വളരെ നന്ദി. ഹരേ കൃഷ്ണ.